What is the most important thing about breastfeeding? എനിക്കിതിനൊരു 5 കാറ്റഗറി ആയിട്ട് തിരിക്കാനാണ് വളരെ ഇഷ്ടം. കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് റിസ്ക് വരാനുണ്ട്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. അതാണ് ഇപ്രാവശ്യത്തെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. Hi, I'm Dr. Hridya and welcome back to Hippo Talks. So, as a pediatric dentist and a mother, this week is very important. It's World Breastfeeding Week. August 1 to August 7, we are celebrating as World Breastfeeding Week. And this is to celebrate women, motherhood and the breastfeeding journey. So, to empower women to have a beautiful, memorable breastfeeding journey. So, this week, I have someone very special with me. She is actually helping more than hundreds of mothers. അവരുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഫേസിൽ അവർക്ക് ഏറ്റവും സഹായം അല്ലെങ്കിൽ സപ്പോർട്ട് വേണ്ട ഫേസിൽ ഒരുപാട് അമ്മമാരെ ബ്യൂട്ടിഫുൾ ബ്രസ്റ്റ് ഫീഡിംഗ് ജേർണി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സർട്ടിഫൈഡ് ലാക്ടേഷൻ കൗൺസിലർ വിന്ധ്യയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഹായ് വിന്ധ്യ. ഹായ്. സോ നമ്മളെപ്പോഴും പറയും ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഇതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ ആസ് എ സർട്ടിഫൈഡ് ലാക്ടേഷൻ സപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ബ്രസ്റ്റ് ഫീഡിംഗ്? ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എവിടെ നോക്കിയാലും അത് തന്നെയാണ് കേൾക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് എനിക്ക് പറയാൻ കുറച്ചുകൂടി ഇഷ്ടം ഇറ്റ്സ് നാച്ചുറൽ അല്ലെ നോർമൽ പ്രോസസ്സ് എന്നാണ്. ബയോളജിക്കലി നോർമൽ പ്രോസസ്സ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പോൾ എനിക്കിതിനൊരു 5 കാറ്റഗറി ആയിട്ട് തിരിക്കാനാണ് വളരെ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബേബി എടുക്കാം. ബേബിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബ്രസ്റ്റ് ഫീഡിങ്. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നേക്കാളും ഒരു കുഞ്ഞിന് ഒപ്റ്റിമൽ സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും ബ്രസ്റ്റ് ഫീഡിന്. അവരുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, അതാണ് ബ്രസ്റ്റ് ഫീഡിങ്. പിന്നെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് റിസ്ക് വരാനുണ്ട്. റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് മൊത്തം മോശമായിട്ടുള്ള കാര്യം സംഭവിക്കുക എന്നല്ല, ഒരു ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് സർട്ടൻ റിസ്ക്, ചില അസുഖങ്ങൾ വരാനുള്ള, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇൻക്രീസ്ഡ് റിസ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു പീഡിയാട്രിക് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജോ ഡെവലപ്മെൻറ്റ്, ഇതൊരു സർട്ടൻ എപ്പോഴും പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഒരു കുഞ്ഞിൻ്റെ ഇനീഷ്യൽ എക്സസൈസ് എന്നാണ് പറയുന്നത്. അവരുടെ അപ്പർ ആൻഡ് ലോവർ ജോസ്, അവരുടെ ഫേസ്, ക്രേനിയോ ഫേഷ്യൽ ഗ്രോത്ത് എന്നാണ് പറയുക. ഈ മുഖവും താടിയല്ലുകളും എല്ലാത്തിൻ്റെയും ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നാച്ചുറലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ്. പിന്നെ മദറിന് ഒബ്വിയസ്ലി അവിടെയും നമുക്ക് പറയാം ഈ ഇൻക്രീസ്ഡ് ചാൻസ്, അതായത് ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതൊക്കെ വരാനുള്ള സാധ്യത കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ എടുക്കുകയാണെങ്കിൽ ഫാമിലിക്ക് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് നാഷന് വെക്കുകയാണെങ്കിൽ കോസ്റ്റ്, അതും ഹെൽത്തിൽ വരുന്ന ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. അതാണ് ഇപ്രാവശ്യത്തെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. കാരണം എന്നാൽ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. Happy Hippo.